പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ഗ്ലോറിയസ് ഗോസ്പലിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന മിഡ്ലൻഡ് വെർച്വൽ കൺവെൻഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ ഓരോ ദിവസവും ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വചനപ്രഘോഷണം നടത്താമെന്ന് സമ്മതിച്ചിരിക്കുന്നത് വിവിധ സഭകളിൽ നിന്നുള്ള വൈദികരും മേൽപ്പെട്ടക്കാരും ഒക്കെ ആയിട്ടാണ് നമ്മളോട് വചനം പ്രഘോഷിക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നാം ദിവസം നമ്മളോട് വചനം പ്രസംഗിച്ചത് ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ലൈജു മാത്യു അച്ഛനായിരുന്നു. രണ്ടാം ദിവസം കത്തോലിക്ക സഭയിലെ കപ്പൂച്ചൻ സമൂഹത്തിൽ നിന്നുള്ള ഷാജി കരിപ്ലാനിൽ അച്ഛനായിരുന്നു. മൂന്നാം ദിവസം നമ്മളോട് പ്രസംഗിക്കാമെന്ന് സമ്മതിച്ചിരുന്നത് ഒരു മെത്രാപ്പോലിത്ത തിരുമേനിയായിരുന്നു. എന്നാൽ തന്റെ സഭയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാരണത്താൽ ഇന്നലെ മൂന്നാം ദിവസമായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ സാധിക്കാഞ്ഞാൽ മറ്റൊരു ദിവസം, ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒപ്പം വചന പ്രഘോഷണം നടത്താം എന്ന് തിരുമേനി സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ഷിബു പാസ്റ്ററായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഈസ്റ്റേൺ ബിലീവേഴ്സ് ചർച്ചിലെ റോബിൻ അച്ഛനാണ്. റോബിൻ കണ്ടത്തിൽ അച്ഛൻ വളരെ സൗമ്യനായിരിക്കുന്ന, വളരെ മിതഭാഷിണിയായിരിക്കുന്ന ഒരു അച്ഛൻ. അച്ഛനെ എനിക്ക് കഴിഞ്ഞ ഏതാണ്ട് 2 വർഷമായിട്ട് നല്ല പരിചയമാണ്. പല പ്രാവശ്യം അച്ഛനുമായിട്ട് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഒരു വയനാട് സ്വദേശിയായിരിക്കുന്ന അച്ഛന് ബിലീവേഴ്സ് ചർച്ചിന്റെ ഇന്ന് സൺഡേ സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന ഒരു അച്ഛനാണ്. ഇപ്പോൾ വാകത്താനം ഇടവകയിൽ അച്ഛൻ ശുശ്രൂഷിക്കുന്നു. പെന്തക്കോസ്ത് വിഭാഗത്തിൽ പെന്തക്കോസ്ത് മാതാപിതാക്കൾക്ക് ജനിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ. ആ കുടുംബം പിന്നീട് സത്യവിശ്വാസം തിരിച്ചറിഞ്ഞ്, ശരിയായ വിശ്വാസം തിരിച്ചറിഞ്ഞ് അപ്പോസ്തലിക സഭയിലേക്ക് അച്ഛൻ മടങ്ങി വന്നിരിക്കുന്നു. അച്ഛനെ ഭാര്യ, ഒരു മകളുമുണ്ട്. അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി, വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ചർച്ചിന്റെ ബഹുമാന അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഈ സൂമിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഫേസ്ബുക്കിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ശിവ പാസ്റ്ററിന്റെ പേരിൽ വളരെ സന്തോഷത്തോടെ, വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഞങ്ങളെ ഈ വെർച്വൽ കൺവെൻഷനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, സൂമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനരായ നല്ലവരായ ശ്രോതാക്കളെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ വചന പ്രഘോഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. സ്വാഗതം. താങ്ക് യു ജയിച്ച. നല്ല മനോഹരമായിട്ട് എന്നെ പറ്റി ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാധാനവും സന്തോഷവും ദൈവികമായ കരുതലും ദൈവം നമുക്ക് ഈ നാളുകളിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു സമയത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. വലിയ നോമ്പ് നമ്മളെല്ലാവരും ആചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വലിയ നോമ്പിന്റെ കാലത്തിൽ നമ്മളെല്ലാവരും വളരെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ ഓരോ ദിവസവും ആയിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് തോന്നിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഈ നോമ്പ് കാലത്ത് ഒത്തിരി ധ്യാന ചിന്തകളുമായി, അതോടൊപ്പം തന്നെ ഈ മിഡ്ലൻഡ് കൺവെൻഷൻ, പാതി നോമ്പ് കൺവെൻഷൻ ഒക്കെ ക്രമീകരിച്ച ഗ്ലോറിയസ് ഗോസ്പലിന്റെ ടീമിനോടുള്ള പ്രത്യേകമായ എൻ്റെ നന്ദിയെ അറിയിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഷിബു ഗുഡീഗിൽ പാസ്റ്ററും ബിന്നി ബ്രദർ, അതുപോലെ തന്നെ ജസ്ലിൻ, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ബലഹീനനായ എന്നെയും ഇതിന് പ്രാപ്തനാക്കിയതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. പാതി നോമ്പിന്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസ സമൂഹത്തിന് തങ്ങളെ തന്നെ വിലയിരുത്താനും അതോടൊപ്പം തന്നെ നമ്മളെ തന്നെ തിരുത്തുവാനുമുള്ള മനോഹരമായ സന്ദർഭമാണ് നോമ്പിന്റെ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്.
ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരങ്ങളാകുന്ന നമ്മുടെ ശരീരങ്ങൾ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായി ഏൽപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഉള്ള ദിവസങ്ങൾ എന്നുള്ള കാര്യം നമുക്കറിയാം. നോമ്പിന്റെ ഓരോ ദിനങ്ങളും അതിനുവേണ്ടിയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ സ്വയം വിലയിരുത്തുവാൻ വേണ്ടിയുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ തന്നെ സ്വയം വിലയിരുത്തുവാനും ആത്മപരിശോധന നടത്തുവാനും സാധിക്കുന്ന ചില ചിന്തകൾ. ശുദ്ധത നേടേണ്ടതിന് വേണ്ടിയുള്ള ഒരു തപസ്സാണ് നോമ്പ് എന്ന് നമുക്കറിയാം. ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയാണ് നോമ്പിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നിനെയും കളങ്കപ്പെടുത്താത്ത ഒരു സ്നേഹമാണ് നാം സിദ്ധിച്ചെടുക്കേണ്ടത് ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ. ഒന്നിനെയും കളങ്കപ്പെടുത്താൻ കഴിയാത്ത ദൈവികമായ ഒരു സ്നേഹം സിദ്ധിച്ചെടുക്കുവാൻ ഈ നോമ്പിന്റെ സമയങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കളങ്കപ്പെടുത്തുവാനുമുള്ള ആസക്തികളൊക്കെ മനുഷ്യരിൽ ധാരാളമുണ്ട്, നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ആ ആസക്തികളെയൊക്കെ പരാജയപ്പെടുത്തുന്ന ഒരു വലിയ ആയുധമായി പരിശുദ്ധ സഭ ആചരിക്കുന്ന ശുദ്ധതയുള്ള നോമ്പ് മാറിയിരിക്കുകയാണ്. എല്ലാ പ്രലോഭനങ്ങളെയും എല്ലാ തകർച്ചകളെയും എല്ലാ പോരാട്ടങ്ങളെയും അതിജീവിക്കുവാനുള്ള ഏറ്റവും മനോഹരമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം എന്താണോ കേൾക്കുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ വായിക്കുന്നത്, അതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 50 ദിവസങ്ങളിലെ ഈ നൊയമ്പ് നമ്മൾ ആചരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നാം എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ കേൾക്കുന്നത്, നമ്മൾ എന്താണോ വായിക്കുന്നത്, അതൊക്കെയാണ് പിന്നീടുള്ള നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 50 ദിവസങ്ങളിലും കാൽവറിയിലെ കർത്താവിന്റെ അല്ലെങ്കിൽ കുരിശിലെ സഹനത്തെക്കുറിച്ച് ഓർക്കുവാനും എല്ലാറ്റിലും ഉപരിയായിട്ട് ഗോഗൽത്തായിൽ ഉയർത്തപ്പെട്ട സ്ലീബായെ കുറിച്ച് ചിന്തിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഈ നോമ്പ് കൊണ്ട് ധന്യമായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന് നാം ആരും മറന്നു പോകരുത്. അപ്പൊ ദൈവമായുള്ള ആത്മബന്ധത്തിലേക്ക് ഉള്ളൊരു പ്രവേശനമാണ് ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമായി തീരുന്നത്. അപ്പോൾ ഈ ആത്മബന്ധം അത്രമാത്രം ഹൃദ്യമായും അത്രമാത്രം ദൃഢമായും തീർക്കുവാനാണ് നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ശ്രമിക്കേണ്ടത്, ഈ നോമ്പിന്റെ സമയങ്ങളിൽ ശ്രമിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു നോമ്പിനെ അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണ് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നോമ്പിനെ അനുഷ്ഠിക്കേണ്ടത്? നമുക്കറിയാം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 ധ്യാനത്തോടെ, 2 മൗനത്തോടെ, 3 മനനത്തോടു കൂടി വേണം നാം നോമ്പിനെ ആചരിക്കുവാനായിട്ട്. ധ്യാനത്തോടുകൂടി മെഡിറ്റേഷൻ വേണം, മൗനത്തോടുകൂടി സൈലന്റായി നമ്മൾ നോമ്പിനെ ആചരിക്കണം. അതോടൊപ്പം തന്നെ മനനത്തോടുകൂടി ഒരു അനുതാപത്തിന്റെ ഒരു റിപ്പൻറ്റൻസോടുകൂടി നമ്മൾ നോമ്പിനെ ആചരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ധ്യാനത്തിലേക്കും നമ്മുടെ മനനത്തിലേക്കും മൗനത്തിലേക്കും ഒക്കെ ക്രിസ്തുവിനെ ക്ഷണിക്കുകയാണ് നമ്മൾ ഈ നോമ്പിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പൗരസ്ത്യ സഭകളുടെ സന്ധ്യാ നമസ്കാര പ്രാർത്ഥനകളൊക്കെ എത്ര അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിലുള്ള സെദറോകളൊക്കെ നമ്മൾ നിരന്തരം സന്ധ്യാ നമസ്കാരങ്ങളൊക്കെ കേൾക്കുന്നതാണ്. എത്ര അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിവിധ വ്യക്തികൾ എടുക്കുന്ന നോമ്പുകളെ കുറിച്ചൊക്കെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൽ 2-3 പേരുടെ കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. സെദറയിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: നീതിമാനും വിശുദ്ധനുമായ നോഹ നോമ്പാൽ ശ്രേഷ്ഠനായി തീരുകയാണ്. നീതിമാനും വിശുദ്ധനുമായ നോഹ നോമ്പാൽ ശ്രേഷ്ഠനാകുകയും നാശകരമായ പ്രളയത്തിൽ നിന്ന് നോഹ എന്ത് ചെയ്തു? രക്ഷ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നോഹ നോമ്പാൽ പ്രളയത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. അപ്പോൾ തന്നെ മോശ നോമ്പാൽ തേജോമയനായി തീരുകയും ദൈവജനമായ ഇസ്രായേലിനുള്ള കൽപ്പനയുടെ കൽപ്പലകകൾ ദൈവത്തിൽ നിന്ന് മോശ വാങ്ങിക്കുകയും ചെയ്തു. അഹരോനെ കുറിച്ച് പറയുന്നത്, പുരോഹിതനായ അഹരോൻ നോമ്പ് അഭ്യസിക്കുകയും പൗരോഹിത്യത്തിന്റെ അങ്കി താൻ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വീണ്ടും പറയുന്നത് ഇപ്രകാരമാണ്: യോശുവ നോമ്പാൽ വിശുദ്ധനാക്കപ്പെടുകയും ആ നോമ്പാൽ തന്നെ യെരിഹോവിന്റെ കോട്ടകളെ യോശുവയ്ക്ക് തകർക്കുവാൻ കഴിഞ്ഞു
എന്ന് കാണുകയാണ്. നോമ്പ് മൂലം ഹന്ന ശമൂവേലിനെ സിദ്ധിച്ചെന്നും പ്രവാചകനും പുരോഹിതനുമായ ശമൂവേലിനെ അവൾക്ക് ലഭിച്ചത് അവളുടെ നേർച്ചയും പ്രാർത്ഥനയും നോമ്പുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദാവീദിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടത് നോമ്പാലാണെന്ന് പ്രാർത്ഥനയിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഏലിയാവ് നോമ്പ് നോൽക്കുകയും സ്വർഗത്തിലേക്ക് ആകാശത്തിലേക്ക് രഥങ്ങളിൽ എടുക്കപ്പെടുകയും അഗ്നിരഥങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്തുവെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോനാ പ്രവാചകന്റെ നോമ്പ് കൊണ്ട് വെള്ളത്തിനടിയിൽ കിടന്നുള്ള 3 ദിവസത്തെ നോമ്പ് കൊണ്ട് തനിക്ക് വീണ്ടെടുപ്പ് ലഭ്യമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ശത്രുവിനെ പരാജയപ്പെടുത്തിയ യേശുവിനെയും നമുക്ക് വ്യക്തമായി, മിശിഹായെയും നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. നമുക്ക് ബൈബിളിൽ അത് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ സ്ലീഹന്മാരെല്ലാവരും നോമ്പ് നോക്കുകയും എന്താണ് ലഭ്യമായി തീർന്നത്? മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് പരിശുദ്ധ റൂഹായെ അവരുടെ നോമ്പാൽ അവർക്ക് പ്രാപിക്കുവാൻ സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ, ഞാൻ ചുരുക്കം ആളുകളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിലും പഴയ നിയമത്തിലെ നിരവധി ഭക്തന്മാരുടെ പേരുകൾ പറഞ്ഞിരിക്കുകയാണ്. അവര് നോമ്പേറ്റത് കൊണ്ട് നോഹയ്ക്ക് എന്താണ് അതിന്റെ റിസൾട്ട് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, നോഹയ്ക്ക് ഒരു ലോകം മുഴുവൻ സ്വന്തമായി ലഭിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഒരു ലോകത്തെ മുഴുവൻ, ഒരു ഭൂമിയെ മുഴുവൻ സ്വന്തമായി ലഭിക്കുന്ന അസാധ്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനാണ് നോഹയ്ക്ക് കഴിഞ്ഞത്. മോശയ്ക്ക് നോമ്പ് കൊണ്ട് മോശയ്ക്ക് എന്താണ് സാധ്യമായത്? ദൈവത്തിന്റെ തേജസ് ഉള്ളവനായിട്ട് മാറുവാനാണ് മോശയ്ക്ക് കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അവിടെ അഹരോന് ഏറ്റ നോമ്പ് കൊണ്ട് അഹരോൻ എന്താണ് ലഭിച്ചത്? ദൈവത്തിന്റെ പ്രതിനിധിയായി, അല്ലെങ്കിൽ ഒരു നിയോഗം, ഒരു കൈവപ്പ് അഹരോന് ലഭ്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോശുവയ്ക്ക് ലഭിച്ചത് എന്താണ്? യോശുവയ്ക്ക് ലഭിച്ചത് കോട്ടകളെ തകർക്കുവാനുള്ള ആന്തരികമായ ഒരു വലിയ ശക്തിയാണ് നോമ്പിലൂടെ യോശുവയ്ക്ക് ലഭ്യമായി തീർന്നത്. ഹന്നായിക്ക് ലഭ്യമായി തീർന്നത്, നോമ്പിലൂടെ ലഭ്യമായി തീർന്നത് എന്താണ്? ഹന്നായിക്ക് നോമ്പിലൂടെ ലഭ്യമായി തീർന്നത് ദൈവികമായ ഒരു നന്മയാണ്. ഹന്നയ്ക്ക് നോമ്പിലൂടെ, ദാവീദിന് നോമ്പിലൂടെ ലഭ്യമായത് പാപത്തിന്റെ മോചനമാണ് നോമ്പിലൂടെ ലഭ്യമായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അപ്പോൾ തന്നെ ഏലിയാവിന് എന്താണ് ലഭ്യമായത്? നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏലിയാവിന് ഈ നോമ്പിലൂടെ ലഭ്യമായതൊരു ഉദ്ധാനമാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോനാ പ്രവാചകന് ലഭിച്ചത് ഒരു വീണ്ടെടുപ്പാണ് എന്ന് കാണുന്നു. സ്ലീഹന്മാർക്ക് ലഭിച്ചത് പരിശുദ്ധ റൂഹായുടെ നിത്യമായ സാന്നിധ്യമാണ് ഈ നോമ്പാൽ ലഭിച്ചത്. അപ്പോൾ ഇവരെല്ലാം നോമ്പേറ്റവരും, ഇവരെല്ലാം നോമ്പ് നോക്കിയവരും, വിശുദ്ധമായ ജീവിതത്തിലൂടെ സഹനങ്ങളുടെ പാതയിലൂടെയൊക്കെ കടന്നുപോയവരും. അപ്പോൾ ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ, ഈ നോമ്പ് അനുഷ്ഠിച്ചവരാരും ഇവര് അനുഷ്ഠിച്ച നോമ്പിന്റെ കാലയളവിൽ, ഇവരനുഷ്ഠിച്ച നോമ്പിന്റെ സമയങ്ങളിൽ ശബ്ദ കോലാഹലങ്ങളിൽ അകപ്പെട്ട് ആർത്ത് അട്ടഹസിച്ചവരൊന്നുമല്ല. ഇവരാരും വ്യർത്ഥമായ സംഭാഷണങ്ങളിലൊന്നും ഏർപ്പെട്ടവരല്ല. ഇവരെല്ലാവരും നോമ്പിനെ ആചരിച്ചതും നോമ്പിനെ സ്വീകരിച്ചതും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ധ്യാനത്തിലും മൗനത്തിലും മനനത്തിലുമാണ്. അവരെ വളരെ ശാന്തമായി നിന്നുകൊണ്ട്, ധ്യാനത്തോടെ നിന്നുകൊണ്ട്, മൗനത്തോടെ നിന്നുകൊണ്ട്, അനുതാപത്തോടെ നിന്നുകൊണ്ടാണ് ഇവരെല്ലാം നോമ്പിനെ സ്വീകരിച്ചത് എന്ന് കാണുകയാണ്. അപ്പോൾ നമ്മുടെ ഈ നോമ്പിന്റെ കാലയളവ്, നാം അനുഷ്ഠിക്കുന്ന ഈ ഏറ്റവും വിശിഷ്ടമായ ഈ കാലയളവിൽ ധ്യാനത്തോടുകൂടെ, മൗനത്തോടുകൂടെ, മനനത്തോടുകൂടെ കർത്താവിശോമിശിഹായുടെ സഹനങ്ങളെയും കഷ്ടതകളെയും പീഡനങ്ങളെയും ഓർക്കുവാനും എല്ലാറ്റിലും ഉപരിയായി ഗോഗൽത്തായിൽ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട സ്ലീബായെ ധ്യാനിക്കുവാനും നമുക്ക് കഴിയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഈ സന്ധിയിൽ നമ്മൾ ആരും മറന്നുപോകരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വ്യർത്ഥ സംഭാഷണങ്ങളിൽ അകപ്പെടുവാനല്ല, മറിച്ച് വിശുദ്ധിയുള്ള പ്രാർത്ഥനകൾ ഉരുവിടുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയുള്ള പ്രാർത്ഥനകൾ ഉരുവിടുക, കാൽവറിയിലെ ഗോഗൽത്തായിലെ സ്ലീബായിലേക്ക് നോക്കുക. അവിടെ നമുക്കുള്ള അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകുമെന്ന് നാം മറന്നു പോകരുത്. കാതുകളുടെയും കണ്ണുകളുടെയും അധരങ്ങളുടെയും വാതിലുകളെ ക്രമപ്പെടുത്തിക്കൊണ്ട്, ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, കാതുകളുടെ, കണ്ണുകളുടെ, അധരങ്ങളുടെ വാതിലുകളെ നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഗോഗൽത്തായിലെ സ്ലീബായിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയണം. 25
ദിവസം 25-ാം നോമ്പിന്റെ എന്ന് നമുക്കറിയാം ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും ആ വിശുദ്ധ കുർബാന മധ്യേ ഗോഗൽത്ത ഉയർത്തപ്പെടുകയും സ്ലീബ ആഘോഷം നടത്തി ഗോഗൽത്ത വിശുദ്ധ ദേവാലയത്തിന്റെ ഏറ്റവും മധ്യഭാഗത്തിൽ ഉയർത്തപ്പെടുകയും ചെയ്തതായിട്ട് നമുക്ക് അറിയാം. ആ ഗോഗൽത്ത അവിടെ ഉണ്ട്. അതിനെ വണങ്ങി അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് ഓരോ സന്ധ്യയിലും നാം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ സന്ധ്യയിൽ ഒരു കാര്യം ഓർക്കുക, ഈ സ്ലീബ ഉയർത്തപ്പെടേണ്ടത് നമ്മുടെയൊക്കെ മനസ്സിന്റെ, നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ കേന്ദ്രബിന്ദുവായിട്ടാണ് ഈ സ്ലീബ ഉയർത്തപ്പെടേണ്ടത് എന്ന് ഈ രാത്രി ഈ സന്ധ്യയിൽ നാം മറന്നു പോകുന്നത്. അതുകൊണ്ട് ആ വിജയ സ്ലീബയിലേക്ക് ഇന്ന് രാത്രി നമുക്ക് നോക്കുവാനായിട്ട് കഴിയണം. അത് നാട്ടപ്പെടേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. സ്ലീബ ഒരു ചിന്ത മാത്രമല്ല, അതൊരു സ്വഭാവം മാത്രമല്ല, അതൊരു രൂപം മാത്രമല്ല. വിശുദ്ധ കുരിശ് അതൊരു കാരുണ്യമാണ്. മിശിഹായിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു കാരുണ്യമാണ് പരിശുദ്ധ കുരിശ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നത്. ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു വികാരമാണ് സ്ലീബ എന്നുള്ള കാര്യം നാം ആരും വിസ്മരിച്ചു പോകും. അതുകൊണ്ട് ഗാഗൽത്തായിൽ യേശുവിന്റെ കുരിശ് ബലിപീഠമായും ധ്യാനപീഠമായും മാറിയിട്ടുണ്ട്. ആ ബലിപീഠത്തിൽ യാഗം സംഭവിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന യേശുവിന്റെ സപ്തമൊഴികൾ, യേശുവിന്റെ 7 സ്വരങ്ങൾ. ഇന്ന് രാത്രി ആ 7 സ്വരങ്ങളെ കുറിച്ച് വളരെ ചുരുക്കമായി ഈ സ്ലീബായുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കുക. ഈ കാൽവറിയിലെ കുരിശുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു കാൽവറി കുരിശിൽ കിടക്കുന്നതായ സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നതായ സപ്തമൊഴികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമതായി പറഞ്ഞ ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ്. പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ. സ്റ്റിൽ യു ആർ മൈ ഫാദർ. ഇപ്പോഴും അവിടുന്ന് എൻ്റെ പിതാവ് തന്നെ. ഈ വേദനകളുടെ, സഹനങ്ങളുടെ, ഈ കഷ്ടതകളുടെ, തള്ളിപ്പറയലിന്റെ, ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ ഒക്കെ അനുഭവങ്ങളിലൂടെ ഞാൻ നടന്നു നീങ്ങിയെങ്കിലും ഇപ്പോഴും അവിടുന്ന് എൻ്റെ പിതാവ് തന്നെയാണ്. ആ ബന്ധത്തിന് ഒരു ഉലച്ചിലും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്? ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, അറിവില്ലാത്ത ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ് കർത്താവ് ഈശോ മിശിഹ പ്രാർത്ഥിക്കുന്നത്. അറിവില്ലാത്ത ആളുകൾ. എന്താണ് അറിവില്ലാത്ത ആളുകൾ? പഴയ നിയമത്തിൽ പറയുന്നത് പോലെ അകത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നത്, ദൈവം ആരെന്ന് അറിയാത്ത ഒരു കൂട്ടം, ചെയ്യുന്ന കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് എന്താണ്, ആരോടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഗൗരവം പോലും അറിയത്തില്ലാത്ത ഒരു കൂട്ടം ആളുകൾ. ആ ആളുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മിശിഹ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് അവിടുന്ന് ഇവരോട് ക്ഷമിക്കണമേ. ഈ സ്ലീബായിൽ കിടക്കുന്ന കർത്താവ്, ഈ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ മൊഴി നമുക്ക് തരുന്ന ഏറ്റവും മഹത്തായ സന്ദേശം എന്താണെന്ന് അറിയാം. പരിശുദ്ധമായ ഈ കുരിശ് നിസ്വാർത്ഥതയുടെ അടയാളമാണ് എന്നാണ്, നിസ്വാർത്ഥതയുടെ പ്രതീകമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഈ കുരിശിലെ പ്രാർത്ഥന? ഈ കുരിശിലെ പ്രാർത്ഥന തൻ്റെ രക്തത്തുള്ളികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് തമ്പുരാൻ ഈ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥന? ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. യേശുവിന്റെ പ്രാർത്ഥനയുടെ വിഷയം ഈ കുരിശിൽ നിന്നുള്ള സ്വയരക്ഷയായിരുന്നു. ചിതറി മാറി നിൽക്കുന്ന ഒരു വലിയ ശിഷ്യഗണങ്ങളുണ്ട് യേശുവിന്. അവരുടെ നന്മയോ അനുഗ്രഹമോ ആയിരുന്നില്ല യേശുവിന്റെ പ്രാർത്ഥന. യേശുവിന്റെ പ്രാർത്ഥന കുരിശിന്റെ ചുവട്ടിൽ തന്നെ നോക്കി കരയുന്ന സ്ത്രീജനങ്ങളെയോ ശിഷ്യനെയോ ഓർത്തുകൊണ്ടായിരുന്നില്ല യേശു പ്രാർത്ഥിച്ചത്. എന്തായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന? എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ഇറക്കി ഇവിടെ നിൽക്കുന്ന സകല സൈന്യത്തെയും തകർക്കണമേ എന്നും യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ശത്രു സംഹാരമോ സ്വയരക്ഷയോ ആയിരുന്നില്ല യേശുവിന്റെ പ്രാർത്ഥന. യേശുവിന്റെ പ്രാർത്ഥന ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ സ്ലീബായുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് മാത്രമേ
ഈ നോമ്പിന്റെ അവസരങ്ങളിൽ, ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ഈ പരിശുദ്ധ കുരിശിന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് സ്വാർത്ഥതയുടെ പ്രാർത്ഥനകൾ ഉയർത്താൻ സാധിക്കുകയില്ല. എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എന്റേത്, എന്റേത് എന്ന് പറയുന്ന പ്രാർത്ഥനകളെ അവസാനിപ്പിച്ചുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നവരെ കൂടെ എന്റെ പ്രാർത്ഥനയുടെ ഭാഗമാക്കുവാനാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ സ്ലീബ നിസ്വാർത്ഥതയുടെ ഒരു പ്രതീകമാണ് എന്ന് നാം മറന്നു പോകുന്നത്. പ്രസംഗവും പ്രവൃത്തിയൊക്കെ ഒന്നാണ് എന്ന് കർത്താവ് ഈ കുരിശിൽ കിടന്നുകൊണ്ട് തെളിയിക്കുക. 7 വട്ടം 70 വട്ടം, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ 70 വട്ടം ക്ഷമിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഗുണിക്കാനോ ഒന്നും അറിയത്തില്ലാത്ത ആളുകളോടാണ് 70 വട്ടം ക്ഷമിക്കണമെന്ന് യേശു കർത്താവ് പഠിപ്പിക്കും. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് യേശു കർത്താവ് ആളുകളെ പഠിപ്പിച്ചു. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. എന്നാൽ ഇതെല്ലാം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ ഗോഗൽത്തായിൽ ഉയർത്തപ്പെട്ട, കാരിനും ബാണികളാൽ തറയ്ക്കപ്പെട്ട, മുൾക്കിരീടത്താൽ മുറിവേൽപ്പിക്കപ്പെട്ട, ചാട്ടവാറിന്റെ അടികൾ ഏൽപ്പിക്കപ്പെട്ട ആ മിശിഹ പറയുകയാണ്, ഞാൻ പ്രസംഗിച്ചത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിസ്വാർത്ഥമായ പ്രാർത്ഥനയുടെ, നിസ്വാർത്ഥതയുടെ അടയാളമാണ് പരിശുദ്ധമായ കുരിശ്, പരിശുദ്ധമായ സ്ലീബ എന്ന് ക്രിസ്തു യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് യേശു കർത്താവ് ഒരു കള്ളനോട് പറയുന്നു. അവിടെ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ഉയർത്തിയത് എന്റെ ചിന്തയാണ്. ഒരുപക്ഷെ എന്റെ ഒരു ചിന്ത ഞാൻ പറയുകയാണ്. 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ഉയർത്തിയിരിക്കുക എന്ന് വെച്ചാൽ യേശുവിന്റെ വില അത്രമാത്രം ഇടിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു കള്ളന് തുല്യമാക്കി മിശിഹായെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെ കാണുന്നത് യേശു അവരുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകുകയോ യേശു അവരുടെ അനുഭവത്തിലേക്ക് താഴ്ന്നു പോകുകയല്ല, മറിച്ച് പറുദീസയുടെ അനുഭവത്തിലേക്ക് ഒരു കള്ളനെ കുരിശിൽ കിടന്നുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരികയാണ് മിശിഹ ചെയ്തത്. അപ്പോൾ ക്രൂശിൽ കിടന്നപ്പോൾ താഴുകയല്ല കർത്താവ് യേശു മിശിഹ ചെയ്തത്, അവിടെ കുരിശിൽ കിടന്നുകൊണ്ട് പറുദീസയുടെ അനുഭവത്തിലേക്ക് ഒരുത്തനെ ഉയർത്തിക്കൊണ്ട് വരുവാനാണ് യേശു കർത്താവിന് സാധ്യമാണ്. അപ്പോൾ കാൽവറിയിൽ ഉയർത്തപ്പെട്ട സ്ലീബായിലേക്ക് നോക്കിയാൽ അതെന്താകുന്നു? കാൽവറിയിൽ ഉയർത്തപ്പെട്ട സ്ലീബ പറുദീസയിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടമാണ് എന്ന് നാം വിസ്മരിച്ചു പോകരുത്. കാൽവറിയിൽ ഉയർത്തപ്പെട്ട സ്ലീബ പറുദീസയിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടം. ഒരു ഭാഗത്ത് അവന്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ, ഒരു ഭാഗത്ത് യേശുവിന്റെ വസ്ത്രം കൈക്കലാക്കുവാൻ സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടിയൊക്കെ ആളുകൾ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കള്ളൻ പറയുകയാണ്, എനിക്ക് ആവശ്യം ക്രൂശിതനായ ക്രിസ്തുവിനെയാണ്. ഇന്നിന്റെ അതെ ഈ സാഹചര്യം ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ക്രൂശിനെയും വേണ്ട, ക്രൂശിതനെയും വേണ്ട, അങ്കികളും അധികാരങ്ങളും മാത്രം മതി എന്ന് പറയുന്നവർക്ക് നോക്കി പഠിക്കാൻ ഒരു മാതൃകയാണ് ഈ കള്ളൻ എന്ന് പറയുന്നത്. അങ്കിയെ നോക്കുകയല്ല, ക്രൂശിനെയും ക്രൂശിതനെയും നോക്കുകയാണ്. അധികാരത്തെ നോക്കുകയാണ്, ക്രൂശിതനെയും നോക്കുവാനായിട്ട് ഇവൻ തയ്യാറാക്കുകയാണ്. യേശുവിന്റെ കുരിശിനെ ദർശിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെ ഇവിടെ ഇവന് ലഭ്യമാകുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിന്റെ പിന്നാലെ, അല്ലെങ്കിൽ യേശുവിന്റെ ആ സ്ലീബായിലേക്ക് നോക്കിക്കൊണ്ട് ഇവൻ പറയുകയാണ്, എനിക്ക് ആ പറുദീസ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നതാണ്. സ്വയം രക്ഷിക്കുവാനൊക്കെ അപ്പുറത്ത് കിടക്കുന്ന മറ്റൊരു കള്ളൻ പറയുന്നു, അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, നീ വലിയ ആളാണല്ലോ, സ്വയമായിട്ടൊന്നു രക്ഷിച്ച് കാണിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു മാന്ത്രികനായ യേശുവിനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാച് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പറയുന്നത്, നീ ഇവിടുന്ന് താഴേക്ക് ചാട് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഒരു മാന്ത്രികനായ യേശുവിനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കള്ളൻ കണ്ടത് ക്രൂശിതനായ ക്രിസ്തുവിനെയാണ്. ക്രൂശിൽ കിടക്കുന്ന ക്രൂശിതനായ ക്രിസ്തുവിനെ കാണുവാനാണ് തയ്യാറായത്. നമ്മുടെ ഒക്കെ ആഗ്രഹം അതായിരിക്കട്ടെ പ്രിയമുള്ളവർ. സ്ലീബായിലേക്ക് നോക്കാം. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ, ഈ ശുദ്ധതയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന, ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഈ ദിനങ്ങളിൽ
നമ്മുടെ എല്ലാം ആഗ്രഹം എന്തായിരിക്കണം? നമ്മുടെ എല്ലാം ആഗ്രഹം ഈ സ്ലീബായിലേക്ക് ഞാൻ ഉറ്റു നോക്കുമ്പോൾ, ഈ സ്ലീബായിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ പറിക്കാതെ നോക്കുമ്പോൾ എനിക്ക് ലഭ്യമായി തീരുന്നു പർദീസായിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടം എനിക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അപ്പുറത്ത് നിൽക്കുന്ന കള്ളൻ ഉൾപ്പെടെ ആഗ്രഹിച്ചത് എന്താണ്? എനിക്ക് ഈ വേദനയിൽ നിന്ന് മോചനം കിട്ടാൻ. എന്നാൽ ഞാൻ മാറുവാൻ തയ്യാറാണ്, തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറല്ല. പക്ഷേ വേദനകൾ മാറണം എന്ന് പറയുന്നവരുടെ പ്രതിനിധിയാണ് അപ്പുറത്ത് നിൽക്കുന്ന ആ കള്ളൻ. എന്നാൽ വിശുദ്ധ കുരിശിന്റെ മുൻപിൽ അനുതാപത്തോടെ, സമർപ്പണത്തോടെ ആരൊക്കെ താഴ്മയോടെ നിൽക്കുന്നു അവരെയെല്ലാം പർദീസായിക്ക് അർഹരാക്കുവാൻ കഴിയുന്നവനാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ. ഇവൻ ഇവിടെ സ്നാനപ്പെട്ടുമില്ല, രക്ഷിക്കപ്പെട്ടുമില്ല. ഈ കള്ളൻ ക്രൂശിൽ കിടന്നുകൊണ്ട് യാതൊരു, ഇന്നത്തെ പല ആളുകളും പറയുന്നത് പോലുള്ള രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നേടാനുള്ള യാതൊരു പ്രക്രിയകളും ഭൂമിയിൽ നടത്തിയവനല്ല ഈ കുരിശിലെ കള്ളൻ. ഒറ്റ കാര്യമേ ഉള്ളൂ, സ്ലൈബായിലേക്ക് നോക്കി ക്രൂശിതനായ ക്രിസ്തുവിനെ കാണുവാനും അനുദപിക്കാനും സ്വയം താഴാനും തയ്യാറായപ്പോൾ കർത്താവ് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലേക്ക് ഇരിക്കുവാൻ ഇടയായിത്തീരും എന്ന് പറയുക. അടുത്ത ഭാഗം, അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ സ്ലീബ ഒരു നിസ്വാർത്ഥതയുടെ പ്രതീകമാണ്. രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ സ്ലീബ എന്താണ്? പർദീസയിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടമാണ്. മൂന്നാമത് പറയുന്നു, യേശുവിന്റെ അമ്മയോട് യേശു തമ്പുരാൻ പറയുകയാണ്, പരിശുദ്ധ ദൈവമാതാവിനോട് പറയുന്ന ഭാഗമാണ് നമുക്ക് കാണുന്നത്. ഇതാ നിന്റെ മകൻ. അതാ എന്നിട്ട് പറയുന്നു, ശിഷ്യനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ എന്ന് പറയുക. നോക്കൂ, ആരെയും കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് കൈവിട്ടില്ല. ഒന്നാമത്തെ മൊഴി കുരിശിന് മുകളിലുള്ള പിതാവായ ദൈവത്തോടായി. രണ്ടാമത്തെ മൊഴി പറഞ്ഞത് കുരിശിനോടൊപ്പം നിൽക്കുന്ന കള്ളനോടായിരുന്നു. മൂന്നാമത്തെ മൊഴി പറഞ്ഞത് കുരിശിന് താഴെ നിൽക്കുന്ന അമ്മയോടും യേശുവിന്റെ ശിഷ്യനോടുമാണ്. അപ്പോൾ ആരെയും കർത്താവ് എന്ത് ചെയ്തിട്ടില്ല? കൈവിട്ടിട്ടില്ല. തൻ്റെ വേദനകൾ അധികമാണെങ്കിൽ ആ വേദനയ്ക്ക് മുമ്പിലും താഴെ നിന്ന് വേദനിക്കുന്നവരുടെ വേദന കൂടെ കാണാനുള്ള മനസ്സാണ് യേശു കർത്താവ് ഇവിടെ കാണിച്ചത്. യേശു പറയുകയാണ്, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന് യേശു. എന്ന് വെച്ചാൽ യേശു പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് പകരക്കാരനായി, എന്റെ നിയോഗം ഏറ്റെടുക്കാനായി ഒരുവനെ യേശു കർത്താവ് മിശിഹ ഏൽപ്പിക്കുകയാണ്. എന്റെ നിയോഗം എനിക്ക് പകരക്കാരനായി നീ എന്ത് ചെയ്യുക? ഈ അമ്മയ്ക്ക് മുമ്പിൽ നിൽക്കുക. അമ്മയോട് പറയുന്നു, എനിക്ക് പകരക്കാരനായി യോഹന്നാനെ തരുന്നതിലൂടെ നീ ലോകത്തിന്റെ മുഴുവൻ മാതൃത്വവും ഇവിടെ ഏറ്റെടുക്കുകയാണ്. എത്ര സന്തോഷകരമായ അനുഭവമാണല്ലേ? അപ്പോൾ പരിശുദ്ധ സ്ലീബായുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് സാധ്യമായി തീരുന്നത്? നമുക്ക് നിയോഗങ്ങൾ ലഭിക്കുവാൻ ഇടയായി തീരും. ഈ വ്രതത്തിന്റെ നാളുകൾ, ഈ നോമ്പിന്റെ നാളുകൾ സ്ലീബായിലേക്ക്, കുരിശിലേക്ക് നോക്കി ധ്യാനിക്കാനും കരയാനും അനുദപിക്കുവാനും ദൈവത്തിന്റെ പീഡകളെ ഓർക്കുവാനും ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ പങ്കാളികളാകുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ക്രിസ്തുവിന് പകരക്കാരനാകുവാൻ, ക്രിസ്തുക്കളാകുവാൻ, മിശിഹാക്കളാകുവാൻ, ക്രിസ്തുവിന്റെ അനുയായികളല്ല, യഥാർത്ഥത്തിൽ അതല്ലേ തിയോസിസ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്കൊക്കെ ഉയർത്തപ്പെടുവാൻ, അതിന്റെയൊക്കെ ദൈവശാസ്ത്രം നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഈ പേജിലൂടെയൊക്കെ നിരവധി കേട്ട് കേട്ടതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുക്കളായി മാറുവാനുള്ള നിയോഗമാണ്, അല്ലെങ്കിൽ മിശിഹാക്കളായി മാറുവാനുള്ള നിയോഗമാണ് സ്ലൈബായുടെ മുൻപിൽ വെച്ച് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ക്രൂശിലേക്ക് നോക്കാമോ? ക്രൂശിതനെ പോലെ ആയിത്തീരുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവായ മറിയം ആരായിരുന്നു? പരിശുദ്ധ ദൈവമാതാവായ മറിയം വളരെ വേദനകളും സഹനത്തിലൂടെയും നടന്നു നീങ്ങിയ, അല്ലെങ്കിൽ ആ പാതകളിലൂടെയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്റെ കുടുംബത്തെ തൃത്വത്തിൽ ബന്ധിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ്. ദൈവഹിതം സ്വജീവിതത്തിൽ പകർത്തിയവളാണ്. പാപത്തിന്റെ തല തകർക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം. അവിടെ എഴുതിയിരിക്കുന്നു ഇങ്ങനെയാണ്, ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ലോകത്തിന്റെ അമ്മയായവൾ ആയി ഈ പരിശുദ്ധ അമ്മ മാറുകയാണ്. എങ്ങനെയാണ് മാറുന്നത്? യോഹന്നാനെ ഈ അമ്മയുടെ മകനായി ഏൽപ്പിക്കപ്പെടുമ്പോൾ
ലോകത്തിന്റെ മുഴുവൻ മകനായിട്ട് ആര് മാറുകയാണ്? ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയായി പരിശുദ്ധ ദൈവമാതാവായ മറിയം മാറ്റപ്പെടുകയാണ്. സഹനങ്ങളെയെല്ലാം പൂമാലയാക്കിയവൾ കുരിശിന്റെ മുമ്പിൽ നിന്നപ്പോൾ ലഭിച്ച നിയോഗം എന്താണ്? ലോകത്തിന്റെ മാതൃത്വം ഏറ്റെടുക്കുവാനുള്ള നിയോഗമാണ് ശ്ലീബായുടെ മുമ്പിൽ വെച്ച് ലഭിച്ചത് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. അപ്പോൾ ശിഷ്യനിലൂടെ അമ്മ ലോകത്തിന്റെ അമ്മയായപ്പോൾ ഈ അമ്മയിലൂടെ ലോകം മുഴുവൻ യേശുവിന്റെ മക്കളായി, മിശിഹായുടെ മക്കളായി മാറുകയാണ് എന്ന് നമുക്ക് കാണുകയാണ്. അപ്പോൾ ശ്ലീബായുടെ മുമ്പിൽ നിയോഗങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് പരിശുദ്ധ ശ്ലീബായുടെ മുൻപ്. ഈ ശ്ലീബായുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അങ്ങനെ അടുത്ത 4-ാമത്തെ മൊഴിയിലേക്ക് വരുമ്പോൾ പറയുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ ജനനത്തിങ്കൽ രാത്രിയിൽ വലിയ വെളിച്ചമുണ്ടായെങ്കിൽ യേശുവിന്റെ മരണത്തിങ്കൽ പട്ടാപ്പകൽ കൂരിരുട്ടിന്റെ അനുഭവം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. സൂര്യൻ പോലും മുഖം മറച്ച ഒരു സാഹചര്യം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അപ്പോൾ ക്രൂശ് നഷ്ടപ്പെടലുകൾ സ്വയം ഏറ്റുവാങ്ങിയ ഇടമാണ്. ഒരിടത്ത് വായിച്ചത് ഓർക്കുകയാണ്, ഞാൻ മുറിക്കപ്പെടുന്ന ഇടമാണ് കുരിശ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഐ, എന്നെ ഞാൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ എന്നത്, ഞാൻ മുറിക്കപ്പെടുന്ന ഇടമാണ് ശ്ലീബ, കുരിശ്. അപ്പോൾ സഹനങ്ങൾ ഏറ്റുവാങ്ങിയ സ്ഥലമാണ് കുരിശ്, അല്ലെങ്കിൽ നഷ്ടങ്ങളെ സ്വയം ഏറ്റുവാങ്ങിയ സ്ഥലമാണ് കുരിശ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അടുത്ത മൊഴിയിലേക്ക്, 5-ാമത്തതിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു മശിഹ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ്. യോഹന്നാന്റെ വിവരണം അനുസരിച്ച് ഏൽപ്പിച്ചത് പൂർത്തിയായി എന്ന ബോധ്യത്തിൽ തന്റെ ശരീരത്തിന്റെ ദാഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപക്ഷെ കർത്താവായ യേശു മശിഹ പറയുന്നതായിരിക്കാം, എനിക്ക് ദാഹിക്കുന്നു. ലോകത്തിന്റെ ദാഹത്തെ മുഴുവൻ ഉൾക്കൊണ്ടവനായ ക്രിസ്തു പറയുന്നു, എനിക്ക് ദാഹിക്കുകയാണ്. മനുഷ്യ സമ്പൂർണതയിൽ ദാഹം തീർക്കുവാൻ വേണ്ടി വന്നു. ദാഹത്തിന്റെ ശമനം എങ്ങനെയാകണമെന്ന് തിരുഹിതത്തിൽ കണ്ടെത്തിയവനായ ക്രിസ്തു ഇതാ കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ കുരിശ് പറയുന്ന അടുത്ത സന്ദേശം, നീ ചെറുതാകണം, നീ ചെറുതാകണം, നീ ചെറുതാകണം എന്നാകുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, നീ ചെറുതാകണമെന്ന സന്ദേശമാണ്. കാരണം എന്താണ്? ഈ കുരിശിൽ കിടക്കുന്ന കർത്താവായ യേശു മശിഹ ആരാകുന്നു? ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്. സർവചരാചരങ്ങളെയും ഉളവാക്കിയവൻ, ലോകത്തിലെ മുഴുവൻ ജലാശയങ്ങളെയും സൃഷ്ടിച്ചവൻ, സകല സമുദ്രങ്ങളെയും ഉളവാക്കിയവൻ, എല്ലാ വെള്ളങ്ങളെയും നിർമ്മിച്ചു, എല്ലാ സമുദ്രങ്ങളെയും വെള്ളങ്ങളെയും ഒരു കൈക്കുമ്പിളിനകത്തേക്ക് ഒതുക്കാൻ കഴിയുന്നവൻ, ആ ക്രിസ്തുവാണ് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. അത്രമാത്രം ചെറുതാകാനുള്ള സന്ദേശമാണ് കുരിശ് നമുക്ക് നൽകുന്നത് എന്ന് മറന്നു പോകരുത്. ദാഹിക്കുന്നവർ ഇന്നും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ദാഹിക്കുന്ന യേശു ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് എന്ന് മറന്നു പോകരുത്. മറ്റുള്ളവരുടെ ദാഹത്തെ കാണാതെ ഉൾവലിയുന്ന ആത്മീയത നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുരിശിന്റെ മുൻപിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഒരിക്കൽ കൂടെ ആ വാക്കുകൾ ആവർത്തിക്കട്ടെ. മറ്റുള്ളവരുടെ ദാഹത്തെ കാണാതെ ഉൾവലിയുന്ന ആത്മീയത നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുരിശിന്റെ മുൻപിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പരിശുദ്ധ ശ്ലീബായുടെ മുമ്പിൽ തന്നെയാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ ദാഹിക്കുന്ന നിരവധി പേരുടെ ദാഹം മാറ്റുവാനാണ് ഈ നോമ്പിൽ നാം തയ്യാറാകേണ്ടത്. ചില ആളുകളുണ്ട്, രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ ഉപവാസം എടുക്കും. ഉപവാസം എടുത്തിട്ട് ഉച്ചയ്ക്ക് രാവിലത്തെയും കൂടെ ചേർത്ത് എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ആ ഉപവാസം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് എനിക്കറിയത്തില്ല. ചിലരൊക്കെ നോമ്പ് നോക്കുന്നത് ഉച്ചയ്ക്ക് 3 മണി വരെയൊക്കെ നോമ്പ് നോക്കിക്കഴിഞ്ഞ് 3 മണി കഴിയുമ്പോൾ രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും കൂടെ ഒരുമിച്ച്
കഴിക്കുകയും അല്ലെങ്കിൽ അതിന് തക്കമായ രീതിയിൽ പൈസയൊക്കെ ചെലവാക്കി കഴിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതല്ല, നാം ആ നോമ്പെടുക്കുന്ന ആ സമയത്തെ ആ ആ ആ പണം കൊണ്ട് അല്ലെങ്കിൽ ആ നന്മ കൊണ്ട് മറ്റൊരുത്തൻ്റെയൊക്കെ വിശപ്പകറ്റാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ആത്മീയതയുടെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. വിശക്കുന്നവന്റെ വിശപ്പകറ്റാൻ കഴിയുന്നില്ല, പക്ഷെ നമ്മൾ ഉപവസിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട്. പക്ഷെ വിശക്കുന്നവന്റെ വിശപ്പകറ്റാൻ ആ നാം വെടിയുന്ന ഭക്ഷണം കൊണ്ട് വേറൊരുത്തന്റെ ദാഹം മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ നോമ്പ് കൊണ്ട് അർത്ഥമാക്കുക? പിന്നെ ഈ വ്രതം കൊണ്ട് എന്ത് പ്രയോജനമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത് എന്ന് നാം മറന്നുപോകരുത്. ഞങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന അഭിയോന്യ മെത്രാപൊലിത്ത തിരുമനസ് മോറന്നൂർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപൊലിത്ത ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു പാഠം ഞാൻ ഓർക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? ഏറ്റവും വിലപ്പെട്ടതിനെ മാറ്റിവെച്ച് ആ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ് നോമ്പ് എന്ന് പറയുന്നത്. ഏറ്റവും വിലപ്പെട്ടതിനെ നമ്മൾ മാറ്റിവെക്കുകയും ആ സമയം നമ്മുടെ ധ്യാനത്തിനും മനനത്തിനും മൗനത്തിനും വേണ്ടിയൊക്കെ മാറ്റിവെക്കുന്നതാണ്. അത് ഇന്ന് ഭക്ഷണം വെടിയുന്നതായിരിക്കുകയല്ല, ഒരുപക്ഷെ നമ്മുടെ മൊബൈലായിരിക്കും, നമ്മുടെ വാട്സപ്പ് ആയിരിക്കും, നമ്മുടെ നാം ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന TV ആയിരിക്കാം. ഇതെന്തും ആകട്ടെ, നമ്മൾ വിലപ്പെട്ടതിനെയൊക്കെ മാറ്റിവെച്ച് നമ്മുടെ നോമ്പ് ആചരിക്കുകയും ആ സമയത്തെ നമ്മുടെ ആഹാരത്തിന്റെ പണവും നമ്മുടെ ആഹാരവും ഒക്കെ മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നോമ്പ് അർത്ഥവത്തായി തീരുന്നതെന്ന് തിരുമനസ് ഞങ്ങളെ പഠിപ്പിച്ചത് ഇപ്പൊ ഓർക്കുകയാണ്. വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ചെറുതാകണം എന്നുള്ള സന്ദേശമാണ് സ്ലീബായിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിനു മുന്നേ 6-ാമത്തേത് പറയുന്നു, നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നുള്ള വാക്കാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രൂശിന്റെ അടുക്കലേക്ക്, ക്രൂശിന്റെ മുകളിൽ കിടന്നുകൊണ്ട് ഒരു ദൗത്യത്തിന്റെ നിർവഹണം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ആദിയിൽ ആവർത്തിക്കപ്പെട്ട ആ സ്വരം പൂർത്തീകരിച്ചു, നിവൃത്തിയായി എന്നുള്ള ആ സ്വരം ഇതാ ഇവിടെ കുരിശിന്റെ മുകളിൽ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. പൂർണ്ണനായവൻ പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ദൗത്യ നിർവഹണത്തിന്റെ പരിസമാപ്തിയിലേക്ക് യേശു കർത്താവ് വന്നിരിക്കുകയാണ്. ദൗത്യ നിർവഹണത്തിന്റെ പരിസമാപ്തിയിലേക്ക് വന്ന് പറയുന്നു, പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ദൗത്യത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുക, ക്രൂശ് ഒരു പൂർത്തീകരണത്തിന്റെ പ്രതീകമായിട്ട് മാറുകയാണ്. ഇന്ന് ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പറയുന്ന പലർക്കും അവകാശപ്പെടാൻ കഴിയാത്ത കാര്യമാണ്. പൂർത്തീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നില്ല. സ്വന്തം നിയോഗത്തെക്കുറിച്ച് സ്വയമായിട്ട് വിലയിരുത്തുവാനും അന്വേഷണം നടത്തുവാനുമാണ് പൂർത്തിയായി എന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന ഈ മൊഴിയിലൂടെ, ഈ സ്വരത്തിലൂടെ നാം തിരിച്ചറിയേണ്ടത് എന്ന് ഈ സന്ധിയിൽ നമ്മൾ അധ്വാനത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? അധ്വാനത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലം പണമല്ല. അധ്വാനത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലം ഏതെങ്കിലും ഒക്കെ സമ്മാനങ്ങളല്ല. അധ്വാനത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലം ആത്മസംതൃപ്തിയാണ്. ആത്മസംതൃപ്തി കൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞാൻ എന്ത് ചെയ്തു? എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ തയ്യാറായി എന്ന് ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? അവിടെ പറയുകയാണ്. തൊഴിലും ഈ പ്രസവ വേദനയും ഒക്കെ ഒരുപോലെയാണ് എന്ന് എവിടെയോ വായിച്ചു ഓർക്കുന്നത്. രണ്ടിനും ലേബർ എന്ന് തന്നെയാണ് പറഞ്ഞത്. രണ്ടിന്റെയും പിന്നിൽ വലിയ വേദനയുണ്ട്, പക്ഷെ ഒരു നന്മയും ഒരു സന്തോഷവുമാണ് അതിന്റെ അവസാനം കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നാം വിസ്മരിച്ചു പോകും. ഇപ്പൊ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും. ഈ നോമ്പ് കാലത്ത് വ്രതമനുഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്ത് നോമ്പിനെ വളരെ വിശുദ്ധിയോടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഏറ്റവും നല്ലൊരു സന്ദേശം ഇതാണ്: വിശുദ്ധിയോടെ നോമ്പിനെ പൂർത്തീകരിക്കുവാനാകണമെങ്കിൽ പരിശുദ്ധമായ സ്ലീബയുടെ മുൻപിലേക്ക് മുഴങ്കാലുകളോടെ നിന്നെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. നമ്മുടെ നിയോഗങ്ങൾ പൂർത്തീകരിക്കണമോ? സ്ലീബയുടെ മുമ്പിൽ നാം നിൽക്കുവാനായിട്ട് തയ്യാറാകണം. അവസാനത്തെ വാക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പിതാവേ,
എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ ഏൽപ്പിക്കുകയാണ് എന്നാണ് മിശിഹ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? കുരിശ് ഉലയാത്ത ആത്മബന്ധത്തിന്റെ പ്രതീകമാണ് കുരിശ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉലയാത്ത ഒരു ആത്മബന്ധത്തിന്റെ ആദ്യം തുടങ്ങിയതും പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അവസാന ഭാഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതും സ്റ്റിൽ യു ആർ മൈ ഫാദർ, ഇപ്പോഴും അവിടുന്ന് എൻ്റെ പിതാവ് തന്നെയാണ്. ഈ കഷ്ടത എനിക്ക് അനുവദിച്ചത് എന്തുകൊണ്ടാണ്, എന്നെ കൈവിട്ടത് എന്താണ് എന്ന് ഇടയ്ക്ക് ചോദ്യമൊക്കെ ഉണ്ടായെങ്കിൽ മിശിഹ ഉറപ്പോടെ പറയുകയാണ്, ഈ കുരിശ് എനിക്ക് മുമ്പിലുണ്ട്, ഈ കാരിരും ബാണിയും സഹനവും എല്ലാം എനിക്ക് മുമ്പിലുണ്ട്, സ്റ്റിൽ യു ആർ മൈ ഫാദർ, ഇപ്പോഴും അവിടുന്ന് എൻ്റെ പിതാവ് തന്നെയാണ്, അവിടുന്ന് എൻ്റെ പിതാവ് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുകയാണ്. പിതാവിനെ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ഒരു ഉലയാത്ത ആത്മബന്ധം സ്ഥാപിക്കപ്പെടണമെന്ന്, പിതാവായ ദൈവവുമായി ഉലയാത്തൊരു ആത്മബന്ധം സ്ഥാപിക്കപ്പെടും. ഈ നോമ്പിന്റെ കാലയളവിലെല്ലാം പരിശുദ്ധ ശ്ലീഹായുടെ മുമ്പിൽ നിൽക്കുന്നവർക്കാണ് ഉടയാത്തൊരു ആത്മബന്ധം ക്രിസ്തുവുമായിട്ട് സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മറന്നു പോകരുത്. ആത്മാർപ്പണത്തിന്റെ പൂർത്തീകരണം ഇവിടെ നടന്നതായിട്ട് നാം കാണുകയാണ്. പൂർണ്ണതയിലേക്ക് നമുക്ക് യാത്ര ചെയ്യണമോ, അത് ക്രൂശിനോടൊപ്പമേ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ എന്ന് നാം മറന്നു പോകരുത്. ശ്ലീബ മാനവ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. കാൽവറിയിൽ ഉയർത്തപ്പെട്ട ശ്ലീബ, ഗോഗുൽത്തായിൽ ഉയർത്തപ്പെട്ട ശ്ലീബ മാനവ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകവും പ്രേക്ഷിത ചൈതന്യത്തിന്റെ അടിത്തറയുമാണ് കാൽവറിയിലെ ഉയർത്തപ്പെട്ട ശ്ലീബ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം കേട്ടതുപോലെ, നാം പറഞ്ഞതുപോലെ 7 പ്രധാനപ്പെട്ട വഴികളിൽ ക്രൂശുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേത് പറഞ്ഞു, നിസ്വാർത്ഥതയുടെ പ്രതീകമാണ് കുരിശ് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞത് പർദീസയിലേക്കുള്ള പ്രവേശന കവാടമാണ് കാൽവറിയിൽ ഉയർത്തപ്പെട്ട ശ്ലീബ. മൂന്നാമതായി പറഞ്ഞത് നിയോഗങ്ങൾ ക്രിസ്തുവിന് പകരക്കാരനാകാൻ, ക്രിസ്തുക്കളാകാനുള്ള നിയോഗം ഏൽപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് കാൽവറിയിലെ കുരിശ്. നാലാമതായി പറഞ്ഞു, ഞാൻ മുറിക്കപ്പെടുന്നിടമാണ് കാൽവറിയിലെ കുരിശ്. അഞ്ചാമതായി പറഞ്ഞു, ശ്ലീബ തരുന്ന ഏറ്റവും മഹത്തായ സന്ദേശം, നീ ചെറുതാകണം, നീ ചെറുതാകണം, നീ ചെറുതാകണമെന്ന മഹത്തായ ആത്മീയ സന്ദേശമാണ്. ആറാമതായി പറഞ്ഞു, പൂർത്തീകരണത്തിന്റെ പ്രതീകമാണ് പരിശുദ്ധ ശ്ലീബ. അവസാനമായി പറയുന്നു, ഉലയാത്ത ബന്ധത്തിന്റെ പ്രതീകമാണ് കാൽവറിയിൽ ഉയർത്തപ്പെട്ട പരിശുദ്ധ ശ്ലീബ എന്ന് നാം മറന്നു പോകരുത്. ശ്ലീബായുടെ മുമ്പിൽ തല താഴ്ത്തിക്കൊണ്ട്, വണങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. കാരണം നാം തല വണക്കുന്നത് പരാജയപ്പെട്ട ഒരു ശ്ലീബായുടെ മുൻപിലല്ല, പരാജയപ്പെട്ട ഒരു കുരിശിന്റെ മുൻപിലല്ല. നാം തല താഴ്ത്തുന്നത് വിജയ ശ്ലീബായുടെ മുൻപിലാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നത്. ഈ നോമ്പുകാലം കുരിശിന്റെ വഴിയിലൂടെ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കട്ടെ. മുൾക്കിരീടവും ചാട്ടവാറിന്റെ അടിയും കാരിരും പാണികളും എല്ലാം ഉണ്ടായേക്കാം. നമ്മുടെ നോട്ടം ഗോഗുൽത്തായിലെ കുരിശിലായിരിക്കട്ടെ. പ്രിയമുള്ളവർ, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നുവെന്ന് ദൈവവചനത്തിൽ പറയുന്നു. എല്ലാ സഹനങ്ങൾക്കും ഒടുവിൽ, എല്ലാ കുരിശുകൾക്കും ഒടുവിൽ, എല്ലാ പരാജയങ്ങൾക്കും ഒടുവിൽ എവിടെ വായിച്ചു തോർക്കുന്നു, യേശുവിന്റെ കൈകൾ കുത്തിത്തുളയ്ക്കപ്പെട്ടതുപോലെ കുരിശും കുത്തിത്തുളയ്ക്കപ്പെട്ടതാണ്. യേശുവിന് ചാട്ടവാറടിയേറ്റതുപോലെ കുരിശിനും ചാട്ടവാറടിയേറ്റിട്ടുണ്ട്. യേശുവിന് ഒത്തിരി വേദനകളെല്ലാം ഏറ്റപ്പോൾ കുരിശും അതെല്ലാം ഏറ്റതാണ്. അടിയേൽക്കുകയും ചാട്ടവാറടിയേൽക്കുകയും കാരിരുമ്പാണികളാൽ തുളയ്ക്കപ്പെടുകയും ഒക്കെ കുരിശും ചെയ്തിട്ടുണ്ട്. ഇത്രമാത്രം ഉയരത്തിൽ കുരിശ് ഉയരാനുള്ള കാരണം കൂടെ സഹിച്ചതാണ് എന്ന് എവിടെയോ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. കൂടെ സഹിച്ചതാണ് കുരിശിന്റെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് അവിടെ കാണുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മൗനത്തോടെ, മനനത്തോടെ, ധ്യാനത്തോടെ ഈ നോമ്പിന്റെ സന്ധ്യകൾ നമുക്ക് മനോഹരമുള്ള ദിനങ്ങളാക്കി മാറ്റാം. ഇതുപോലെ ക്രമീകരണങ്ങൾ ഒരുക്കിയ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ടീമിനോടുള്ള
പ്രത്യേകമായിട്ടുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇനി